യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ അതിരാവിലെ തന്നെ ദൈവസന്നിധിയിൽ ദൈവവചനം കണ്ടുകൊണ്ടും വായിച്ചുകൊണ്ടും ശ്രവിച്ചുകൊണ്ടും കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുവാൻ ദൈവം നമ്മൾക്ക് അവസരം തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യെശയ്യായുടെ പുസ്തകം 58-ാം അധ്യായം 11-ാം തിരുവചനം. കർത്താവ് നിന്നെ നിരന്തരം നയിക്കും, മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും, നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറവയും പോലെ ആകും നീ. ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് വളരെ വ്യക്തമായിട്ട് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കുകയാണ്. നിന്നെ നയിക്കുന്നവൻ ദൈവമായിരിക്കും. നീ എവിടേക്ക് പോയാലും നിന്നെ മുന്നിൽ നിന്നെ നയിക്കുവാനായിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കും. നിന്റെ ജീവിതം നിരാശയിലും മരുഭൂമി പോലത്തെ അവസ്ഥയിലാണ്, വരണ്ടുണങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിലാണ് നിന്റെ ജീവിതമെങ്കിൽ, ഇതുവരെ നീ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഇന്ന് ദൈവം നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ മരുഭൂമി അവസ്ഥ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുത്തുമാറ്റി പ്രോസ്പെരിറ്റി നിനക്കിന്ന് തരും. നീ രോഗിയായിരിക്കാം, നീ പീഡകൾ സഹിച്ച് നിൽക്കുന്നവനാകാം. എന്നാലും ദൈവം പറയുകയാണ്, നിന്റെ അസ്ഥികളെ ഞാൻ ഇന്ന് ബലപ്പെടുത്തും. ഈ വചനം ശ്രവിക്കുന്ന പല വ്യക്തികളും ശരീരവേദനയാൽ, നിൽക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട്, മുട്ടുമടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് നിരാശപ്പെട്ടിരിക്കുന്ന പല വ്യക്തികളെയും ഈ തിരുവചനത്തിൻ്റെ ശക്തിയാൽ ഇന്ന് ദൈവം അവരെ തൊടുകയും അവർ സൗഖ്യം പ്രാപിക്കുകയും ചെയ്യും. കർത്താവ് വളരെ സന്തോഷത്തോടെ, വളരെ സ്നേഹത്തോടു കൂടിയാണ് പറയുന്നത്, ഇന്ന് നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുമെന്ന്. ദൈവത്തിൻ്റെ മക്കളായ നമ്മളോട് വീണ്ടും ദൈവം വാഗ്ദാനം ചെയ്യുകയാണ്, വറ്റാത്ത നീരുറവ പോലെയാകും നീ. നിനക്കെന്തെല്ലാം ആവശ്യമുണ്ടോ അതെല്ലാം സ്നേഹനിധിയായ പിതാവായ ദൈവം നിനക്ക്, നിന്റെ തലമുറയ്ക്കും അത് വറ്റാത്ത നീരുറവ പോലെ സമൃദ്ധമായിട്ട് തരുന്ന ദൈവമാണ്. അത് തന്നു കഴിഞ്ഞു, തന്നുകൊണ്ടിരിക്കുന്നു. അതിനെല്ലാം ദൈവത്തിന് നന്ദി പറയാം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയ ഈ വചനം ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് മക്കളിലേക്ക് നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. കാരണം ഏറ്റവും വലിയൊരു വാഗ്ദാനമാണ് കർത്താവ് തന്നത്. ഓരോ വ്യക്തികളെയും കർത്താവ് നയിക്കും. ജീവിതത്തിൽ മരുഭൂമി അവസ്ഥയുള്ളവർക്ക് സമൃദ്ധി നൽകും.
അസ്ഥികളെ ബലപ്പെടുത്തും, വറ്റാത്ത നീരുറവ പോലെയാക്കും. ദൈവത്തിന് സ്തുതി പറയാം. കർത്താവേ, അങ്ങന്ന് ഞങ്ങളോട് വചനത്തിലൂടെ സംസാരിച്ചതിന് നന്ദി പറയുന്നു. ആമേൻ, ആമേൻ, ആമേൻ ചൊല്ലി ഞങ്ങൾ ഈ വചനം ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതം ഇന്ന് അനുഗ്രഹപ്രദമായി മാറുന്നതിന് കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. സമൃദ്ധിയുടെ നീരുറവ ഞങ്ങളുടെ ജീവിതത്തിൽ നിറയുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ വചനം ആരെല്ലാം ശ്രവിക്കുന്നു, ആരെല്ലാം അത് ഏറ്റെടുക്കുന്നു, അവരുടെ ജീവിതം ഇന്നു മുതൽ അനുഗ്രഹപ്രദമായി മാറുന്നതിന് നന്ദി പറയും. ദൈവമേ, ഇത് സത്യമുള്ള വചനമാണ്, ജീവനുള്ള ഈ ദൈവത്തിൻ്റെ വചനം. ദൈവമാകുന്ന വചനം തന്നെ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക്, ഞങ്ങളിരുന്ന് ഈ വചനം കേൾക്കുന്ന സ്ഥാപനങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഇന്ന് സമൃദ്ധി കൊണ്ടുവരുന്നതിന്, ഞങ്ങളുടെ രോഗാവസ്ഥകൾ ഞങ്ങളെ വിട്ടുമാറുന്നതിന്, ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം നീരുറവ പോലെ ലഭിക്കുന്നതിന് ദൈവത്തിന് ഞങ്ങൾ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ്റെ ഭാഗമായി നമ്മുടെ ദൗത്യമാണ് ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന മക്കളെയും ഈശോയുടെ സന്നിധിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ഈ നിമിഷം നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ 800 കോടിയിലധികം വരുന്ന മക്കളെയും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരാം. ദൈവം അവരെ എല്ലാവരെയും തൻ്റേതാക്കി മാറ്റട്ടെ. ഈ നിമിഷം യേശുക്രിസ്തുവിൻ്റെ സമാധാനം ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്ക് നൽകുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.